ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോമ്പിൻ്റെ സാധനമെല്ലാം മേങ്ങാൻ വേണ്ടിയിട്ട് ചട്ടഞ്ഞാല് പോകുന്നുള്ളത് രക്ഷയാക്കിയിട്ട് അപ്പോൾ നേരെ പോയിട്ട് നമ്മൾ ക്യാരി ഫ്രഷിൽ പോയത്. ഫസ്റ്റ് പോകുമ്പോൾ തന്നെ ക്യാരി ഫ്രഷ് സാധനമെല്ലാം മേങ്ങിയിട്ട് വെക്കാലത്ത് എന്തെങ്കിലും അവിടെ തിരക്കുണ്ടാവും എന്ന് അറിഞ്ഞിന് നമുക്ക്. ബുധനാഴ്ച അവിടെ ഓഫർ നോക്കും, പിന്നെ ഇന്ന് നോമ്പിൻ്റെ തിരക്കും ഉണ്ടാവുമല്ലോ, നോമ്പിൻ്റെ സാധനം മേങ്ങാൻ എല്ലാവരും വന്നിട്ടുണ്ടാവും. ഒരു വണ്ടി എടുത്തിട്ട് ഞാൻ നേരെ വിട്ട് സാധനം എല്ലാം പറക്കിയിട്ട് ഇടാലത്തി. അവിടെ പിന്നെ നമുക്ക് വേണ്ടിയതെല്ലാം നമുക്ക് തന്നെ എടുക്കാമല്ലോ. എല്ലാം കാണുമ്പോൾ ഓർമ്മയും വന്ന് നമുക്ക് എന്ത് വേണ്ടിയെന്ന്. അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു ബുധനാഴ്ചയും ഞായറാഴ്ചയും. അപ്പോൾ അറിയാത്ത ആൾ എന്തെങ്കിലും ബുധനാഴ്ച ഞായറാഴ്ചയും പോയിക്കോ ക്യാരി ഫ്രഷിൽ. കസ്റ്റഡിൻ്റെ ബോർഡറെല്ലാം കുറേ വന്നിട്ടുണ്ട്, നോമ്പായില്ലേ, അങ്ങനെ എല്ലാത്തിനും നല്ല ഓഫറും ഉണ്ടായിന്. വണ്ടിന്റെ ഡ്രൈവർ മാറി, അസാനുമായി ഡ്രൈവർ. അപ്പോൾ ക്യാരി ഫ്രഷ് മൊത്തം വണ്ടി ഓട്ടിട്ട് പോകുന്നുണ്ട്. നമ്മൾ എടുക്കുന്നതെല്ലാം എടുത്തിട്ട് വണ്ടിയിലിട്ട് പിന്നെ അവിടെ തൂക്കി തരുന്നതൊന്നും ലഭിയൊക്കെ കിട്ടുന്നേണ്ടിട്ട് തിരക്കായിട്ട് ഞാൻ എന്താ അവിടെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്ത് തിരക്കപ്പ് ഉണ്ടായത്, രണ്ടൊന്നിച്ചായില്ലേ, ഓഫറുമായി നോമ്പിന്റെ സാധനം മേങ്ങാനുമായില്ലേ, അങ്ങനെ ഭയങ്കര തിരക്കുണ്ടായി. അസാനും മേങ്ങിട്ടായിട്ട് ഞാൻ എൻ്റെ ബില്ലടിക്കാൻ കൊടുത്ത്. ബില്ലടിച്ചിട്ട് ഞമ്മ സാധനം എല്ലാം ആടെ തന്നെ വെച്ചിട്ടില്ലേ. ഞമ്മ നേരെ അവിടെ പുറത്തുനിന്ന് ഒരു റിക്ഷ കിട്ടി. ആ റിക്ഷയും കയറിയിട്ട് ഞമ്മ നേരെ ചട്ടഞ്ചാല് പോയപ്പോൾ തന്നെ ATM പോയി. ഫസ്റ്റ് ATM പോയിട്ട് ഞമ്മ ബിസ്മില്ലാല് പോയി കോഴി മേങ്ങാൻ. ഞമ്മ എപ്പോഴും കോഴി മേങ്ങലാടുന്ന തന്നെ. പിന്നെ നേരെ ഞമ്മ എപ്പോഴും മേങ്ങുന്ന ഫ്രൂട്ടിന്റെ വീടെ പോയി. ഫ്രൂട്ട്സ് ഞമ്മക്ക് ഇടുന്ന മേങ്ങില്ല, ഒരു സമാധാനം ഉണ്ടാകുന്നില്ല. ഞമ്മ എപ്പോഴും ഇടുന്ന തന്നെ ഫ്രൂട്ട്സ് നോമ്പായില്ലേ. അപ്പൊ എല്ലാ ഫ്രൂട്ട്സ് കുറച്ച് മേങ്ങി. എന്നിട്ട് അടുത്ത് നേരെ പോയത് വൈദ്യരുടെ നാരായണ ഭട്ടിന്റെ അവിടെ. ഉമ്മക്ക് ചട്ടഞ്ചാല് പോയെങ്കിൽ അവിടെ എങ്ങനെയും പോകണം. ഉമ്മക്ക് അടുത്ത് തലമ്പളത്തിന്റെ കൂടി എങ്ങനെയും പോകണം. അവിടെ പോയിട്ട് നമ്മുടെ ആളുണ്ടായിന്. അങ്ങനെ ഞമ്മ അവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് റെസ്റ്റ് എടുത്ത്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നില്ലേ, അപ്പൊ കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ നേരെ ഐഡിയൽ ബേക്കറിയിൽ പോയി. അവിടെ പോയിട്ട് നമ്മൾ ക്യാരി ഫ്രഷിനായിട്ട് അപ്പുറം അവിടെ തിരക്കായിട്ട് കാലിടാനേ സ്ഥലമില്ല. എത്ര തിരക്കുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന തന്നെ സാധനം മേങ്ങല്. നമ്മൾ എടുത്ത് സ്ഥിരം കസ്റ്റമർ അല്ല. അസാനോടെ എന്തോ എടുത്ത് വെച്ച പോലെ ഫുള്ള് പെരുതുന്നുണ്ട്. ആടെ നിന്നിട്ട് പിള്ളേർക്ക് വേണ്ടിയതെല്ലാം കുറച്ച് മേങ്ങി. അസാനോ എനിക്ക് വേണ്ടിയതെല്ലാം എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ആടെ ഇവിടെ എല്ലാം പോയിട്ടില്ലേ ഫുള്ള് ബെന്തിരണേനോ. എന്ത് തിരക്ക്, ഏടെ പോകുമ്പോൾ ഫുള്ള് തിരക്കനേന്. ആടെ നിന്നിട്ട് നേരെ റിക്ഷ ആക്കിയിട്ട് നമ്മൾ ക്യാരി ഫ്രഷിൽ പോയി. ആടുന്ന ആ സാധനം എല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ പെരക്ക് വിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.